സുരേഷ് ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ സങ്കടകരമായിട്ട് കരഞ്ഞുകൊണ്ട് ആൾ പറഞ്ഞ ഒരു 2-3 അനുഭവങ്ങളുണ്ട് ആൾക്ക്. അപ്പോൾ പാമ്പ് പിടിക്കാൻ പോകുന്ന സമയത്തുണ്ടായ അനുഭവം തന്നെ ഒരു വീട്ടിൽ അപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത ആൾ തന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച ഒരു സംഭവം. അതെനിക്ക് വളരെയധികം വിഷമമായി കേട്ടോ. അത് കേട്ടപ്പോൾ കണ്ണ് നിറയും. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പാമ്പ് പിടിക്കാനായിട്ട് ചെന്നിട്ട് ഒരുപാട് നേരം നമ്മൾ ചിലപ്പോൾ ശ്രമകരമായിട്ടുള്ള ജോലിയായിരിക്കും, ഒരുപാട് മണിക്കൂറുകൾ ചിലപ്പോൾ കടന്നു പോകും ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അവന് ഇടയ്ക്ക് വെള്ളം ചോദിച്ചു, വളരെ ക്ഷീണമായപ്പോൾ വെള്ളം ചോദിച്ചപ്പോഴത്തേക്കും ഇവരകത്ത് പോയി വെള്ളം എടുത്ത് കൊടുക്കാതെ പുറത്ത് പോകുന്ന ബാത്റൂമിൻ്റെ അകത്തുനിന്ന് പാത്രത്തിൽ വെള്ളം എടുത്ത് കൊടുത്തു. അത് ആൾക്ക് വളരെ വിഷമകരമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ്. മനുഷ്യൻ എന്ന ഒരു പരിഗണന പല സാഹചര്യത്തിലും ലഭിക്കാത്ത ഒരു വിഷമം ആളുടെ ആ ഒരു കണ്ണുനീരിന് പറയാനുണ്ട്. പക്ഷേ ഇതൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഇതൊക്കെ വലിയൊരു ഒരു ശാപമായിട്ടുണ്ടാവും. അതും അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അതുപോലെ തന്നെ മറ്റൊരു അനുഭവം, ഇതുപോലെ പാമ്പിനെ പിടിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന സമയത്ത് വണ്ടിക്കൂലിക്കായിട്ടുള്ള പണം അങ്ങനെ കയ്യിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുവാണ്. എന്ന് വെച്ചാൽ അത് കയ്യിൽ ടച്ച് ആവാത്ത രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയെന്ന്. ഓക്കെ, അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പോഴും ജാതിഭ്രഷ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നമുക്കും അറിയാം. ഇങ്ങനെ ഒരു ജാതിഭ്രഷ്ട് വെച്ചിട്ട് പണം ഇങ്ങനെ കയ്യിലൊക്കെ മുട്ടാതെ തട്ടാതെയൊക്കെ എറിഞ്ഞും ചാടിച്ചൊക്കെ കൊടുക്കുന്ന ആളുകളെ നമുക്കും അറിയാം. അതുകൊണ്ട് അത് ഇപ്പോഴത്തെ കാലത്തും അത് നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യർ വിഡ്ഢികളാവുകയാണ്. മനുഷ്യനോട് തന്നെ ഇതിങ്ങനെ കാണിക്കുന്ന പിന്നെ മറ്റ് ജീവികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ വർഗത്തിലല്ലേ ഇത് മനുഷ്യൻ തന്നെ മനുഷ്യവർഗത്തോട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അത് എല്ലായിടത്തും ഉള്ളതാണ്. കലികാലമല്ലേ, വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. നുണയന്മാരുടെ കാലമാണ്. നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നവന്മാരുടെ കാലമാണ്. അങ്ങനെ നുണയന്മാർ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ളത് പറയേണ്ട സമയത്ത് വൈകിപ്പിക്കാതെ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ വളച്ചൊടിക്കും ആളുകൾ. ഇപ്പോൾ സൈലൻ്റായി ഇരുന്നത് കൊണ്ട് എപ്പോഴും സൈലൻസ് നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. എപ്പോഴും അത് നല്ലതല്ല. അപ്പോൾ പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ കുറച്ചടക്കം കിട്ടും, മനസ്സിലായോ? അല്ലെങ്കിൽ അത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ മറ്റൊരാളുടെ വായിലൂടെ നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും. പക്ഷേ സത്യമായിരിക്കില്ല. നമ്മൾക്ക് പറയാനുള്ളത് അവർ പറയും, പക്ഷേ അത് സത്യമായിരിക്കില്ല. അവർക്ക് അനുകൂലമാക്കി പറയും. അത് നടക്കുന്ന കാലമാണ്. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ സങ്കടകരമായിട്ട് തോന്നിയ ഏറ്റവും ഇതായിട്ട് തോന്നിയൊരു കാര്യം, പായസം കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് ആളെ പിടിച്ചിരുത്തുന്നു. സുരേഷ് ഏട്ടനെ ഈ പായസം കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് ഒരു വീട്ടുകാർ പിടിച്ചിരുത്തുന്നു. അങ്ങനെ ആൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും പായസം കാണുന്നില്ല. ലാസ്റ്റ് ഈ ചേട്ടൻ അടുക്കളയിലോട്ട് ചെല്ലുന്നു. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ ഇങ്ങനെ പായസം എടുക്കാനുള്ള കുറേ ഗ്ലാസ്സുകൾ അങ്ങനെ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒഴിക്കാനുള്ളതൊക്കെ റെഡിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. അപ്പോൾ എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പായസമൊക്കെ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ഇവരുടെ മോനാണെന്ന് തോന്നുന്നു, നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ട് ഓടി വരിക. 19 ഗ്ലാസ് അവിടെ ഉണ്ട്. അതിൽ കൊടുക്കാതെ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങാനായിട്ട് ആളെ വിട്ട് അതിൽ പായസം എടുത്ത് കൊടുത്തു. അതാണ് ആൾക്ക് വളരെയധികം സാഡായിട്ട് ആൾ കണ്ണ് നിറഞ്ഞ് അത്രയും ഒരു ഫീലോടുകൂടി പറഞ്ഞ ഒരു സംഭവം കേട്ടോ. അത് കേട്ടപ്പോൾ എന്തോ വല്ലാത്ത ഇതുപോലെ ആൾ പറയണം. എന്നിട്ട് ഞാനത് കുടിച്ചിട്ട് അത് കഴുകി ഞാനത് അവിടെ താഴെ പോലും ഇട്ടില്ല. അതെടുത്ത് അപ്പാടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. വളരെ സങ്കടമായിട്ട്. എന്തായാലും ഈ പറയുന്ന ആളുകൾ കുറച്ചെങ്കിലും ഒന്നൊക്കെ വായടക്കുക. ഈ ആൾക്കെതിരെ പറയുന്ന ആളുകൾ കഷ്ടമുണ്ട്, അത്രേ പറയാനുള്ളൂ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതായിട്ട് കണ്ടു, ആരാൻ്റെ വീട്ടിൽ സംഭവിച്ച വാവ സുരേഷിന് എന്താണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആളുടെ ശരീരത്തിൽ തന്നെ, സ്വന്തം ശരീരത്തിലെ പല അവയവങ്ങളും തന്നെ നഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ നടന്നിട്ട്. അതാർക്കും പറയാനുമില്ല, കാണാനുമില്ല. എന്തിനും നെഗറ്റീവ് എവിടെ ഉണ്ടോ അത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വരും. പക്ഷേ ലൈഫായിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, എന്ത് സംഭവം തന്നെ ആയിക്കോട്ടെ, ആരൊക്കെ വളഞ്ഞു കൂടിയിട്ട് ആക്രമിച്ചാലും ആ തട്ട് താൻ തന്നെ ഇരിക്കും.